ലിവർ ഫാറ്റും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ രാവിലെ ചായക്ക് പകരമായിട്ട് ഇതുപോലെ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കൊളസ്ട്രോളും ലിവർ ഫാറ്റും നമുക്ക് ആവശ്യമില്ലാത്ത അമിതമായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ ഒരുക്കി കളയാനായിട്ട് നല്ലതാണ്. 2 ടിപ്പ് പറഞ്ഞു തരാം. അപ്പം ഏതാണ് നിങ്ങൾക്ക് സൗകര്യത്തിന് ചെയ്ത് നോക്കിക്കോ. രണ്ടും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഇത് എന്ന് പറയുന്നത് നമുക്ക് ലിവർ ഫാറ്റും കൊളസ്ട്രോളും കുറയുന്നത് മാത്രമല്ല രാവിലെ തന്നെ അലർജിയും തുമ്മലൊക്കെ ഉള്ളവർക്കും നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് കഴിക്കാവേ. അപ്പോൾ അത് ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ. ചതച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ നിങ്ങൾ ചതയ്ക്കുമ്പം കുരുമുളകിൻ്റെ പൊടിയായിട്ടല്ല ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഞ്ചിയും കുരുമുളകും ഒരുമിച്ച് ചതച്ച് പൊടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ 2 കൂടെ ചതച്ച് പൊടിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി. ഇത് കൊളസ്ട്രോളും ലിവർ ഫാറ്റ് കുറയ്ക്കാൻ മാത്രമല്ല അലർജിയും തുമ്മലൊക്കെ ഉള്ളവർക്കും ഈ ഒരു വെള്ളം നല്ലതാണ്. ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ മഞ്ഞളുടെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് നമ്മൾ ആ മഞ്ഞളും നമ്മുടെ കുരുമുളകും ഈ ഇഞ്ചിയും കൂടി ചതച്ച് ഇട്ടേക്കണതിൻ്റെ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. ഇതങ്ങോട്ട് ഒഴിച്ച് ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം പ്രഷറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉപ്പ് ഒഴിവാക്കുക, ഉപ്പ് ഇടണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പം ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ ഇന്ദുപ്പാണ് ഇട്ടേക്കണം. അപ്പം ഇന്ദുപ്പ് ഉള്ളവർക്ക് ഇട്ടാൽ മതി, ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അലർജി തുമ്മലൊക്കെ ഉള്ളവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ അത് ഇതുപോലെ ഒരു 1/2 സ്പൂണിൽ മുറി നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞെടുത്ത് ഒഴിക്കുക കേട്ടോ. നല്ല രീതിയിൽ കൊളസ്ട്രോളും ലിവർ ഫാറ്റും ഒക്കെ ഉരുകി പോകാനായിട്ട് നല്ലതാണ്. രാവിലെ ചായക്ക് പകരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ അലർജിയും തുമ്മലൊക്കെ ഉള്ളവർക്കും നല്ലതാണ്. അതല്ലാണ്ട് ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകൾക്കും ഇതിങ്ങനെ ഒരു ഗ്ലാസ് രാവിലെ ചായക്ക് പകരം കഴിക്കുക കേട്ടോ. ഒരു 2 ആഴ്ച കഴിച്ചിട്ട് നിങ്ങളൊന്ന് കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കുറയുവേ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ലിവർ ഫാറ്റ് കുറയാനൊക്കെ ആയിട്ടും കൊളസ്ട്രോളും വയറും വണ്ണും കുറയാനായിട്ട് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. രാവിലെ തന്നെ ചായക്ക് പകരം കഴിക്കാം. പിന്നെ ഓടാനൊക്കെ പോയിട്ട് വരുന്ന ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് ചിയാ സീഡാണ്. നമ്മുടെ കസ്കസൊക്കെ പോലെ ഇരിക്കും. നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർന്ന് വന്നു കഴിയുമ്പം ഒരു ജെല്ലി പരുവത്തിലായി കിട്ടും, നല്ല ബോൾസ് പോലെ ആയി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2 സ്പൂണോളം വരുന്ന രീതിയിൽ ചിയാ സീഡ് വെള്ളത്തിട്ട് കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ചിയാ സീഡ് ഓഫർ പ്രൈസിൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് കഴിഞ്ഞാൽ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. ചിയാ സീഡും ഫ്ലാക്സ് സീഡും നല്ല ഇതുപോലെ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഇങ്ങനെ ഇട്ട് വയ്ക്കാം കേട്ടോ. ഞാൻ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ടുതരാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കയറി വാങ്ങിച്ചോ കേട്ടോ. യൂട്യൂബിൽ പിള്ളേരെ കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് എടുക്കേണ്ട, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ 2 സ്പൂണോളം വരുന്ന രീതിയിൽ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തി മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം കൊണ്ടൊക്കെ അത് കുതിർന്ന് കിട്ടും. അപ്പോൾ അത് കുതിരാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 ഗ്ലാസ്സോളം വരുന്ന രീതിയിൽ വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളപ്പിക്കുമ്പം അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലിട്ട് തിളപ്പിക്കാം കേട്ടോ. കറിവേപ്പില നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ള ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പിലിട്ട് തിളപ്പിക്കുക. ഇനി ഷുഗറുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറിവേപ്പിലിട്ട് തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2 ചെമ്പരത്തിയുടെ പൂവില്ലേ, ചെമ്പരത്തി പൂവ്, ഷുഗറുള്ളവരാട്ടോ. അപ്പോൾ ഷുഗറുള്ളവർക്ക് ആ കറിവേപ്പില ഇട്ട് തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തിയുടെ പൂവും കൂടിയിട്ട് തിളപ്പിക്കാം. അപ്പം വെള്ളത്തിന് ചെറിയ റെഡ് കളർ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ കറിവേപ്പിലയുടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, കൊളസ്ട്രോളിന് ഉണ്ടാക്കുന്നത് കൊണ്ട് കേട്ടോ. അപ്പം തിളപ്പിച്ച് നല്ല രീതിയിൽ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ആ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് ഒഴിച്ചതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, കറിവേപ്പിലയുടെ വെള്ളം ഇതുപോലെ എടുത്ത് ഒഴിക്കുക. അടിപൊളി ഡ്രിങ്കാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് 2 ആഴ്ച കഴിച്ചാൽ മതി, കൊളസ്ട്രോൾ നല്ല രീതിയിൽ കുറയും കേട്ടോ. ഇത് നമ്മുടെ ചിയാ സീഡ് ഒരു 15 മിനിറ്റ് വരെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായി. ചിയാ സീഡ് നല്ല കുതിർന്ന് നല്ല ജെല്ലി പരുവത്തിൽ ഇതുണ്ടോ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ചൂട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. ഇതുണ്ടോ നല്ലൊരു ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. അപ്പം വയറ് നിറഞ്ഞായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ഇതിങ്ങനെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോളും ലിവർ ഫാറ്റ് കുറയാൻ നല്ലതാണ്. നമുക്ക് ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുവാണെങ്കിൽ ഇതിങ്ങനെ കഴിക്കുന്നതെങ്കിൽ വയറൊക്കെ കുറയാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് നാച്ചുറലായിട്ട് വീട് ചെയ്തെടുക്കാവുന്നല്ലോ. 2 ഡ്രിങ്ക് അല്ലേ, ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് അലർജി തുമ്മലൊക്കെ ഉള്ളവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വിളിച്ചിട്ടുണ്ട് പേജ് ഫോളോ ചെയ്യാത്തവരെല്ലാം വന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.